റേഷൻ കാർഡ് ഉടമകൾക്ക് കടയിലെത്തി റേഷൻ വാങ്ങിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അവർക്ക് ഓട്ടോ തൊഴിലാളികളുടെ സഹായത്തോടുകൂടി റേഷൻ സാധനങ്ങൾ വീട്ടിലെത്തിക്കുന്നതിനുള്ള സംവിധാനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ ധാരാളം അനർഹരായ BPL കാർഡ് ഉടമകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അവരെ ഒഴിവാക്കിക്കൊണ്ട് അർഹരായ ആളുകളെ ഈ രംഗത്തേക്ക് BPL മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള സർക്കാരിന്റെ തീവ്ര ശ്രമത്തിന്റെ ഭാഗമായി ഏതാണ്ട് 40,000-ഓളം BPL കാർഡ് ഉടമകളെ കണ്ടെത്തി ഈ അടുത്ത സമയത്ത് തന്നെ നമ്മൾ ആ പുതിയ കാർഡുകൾ BPL കാർഡുകൾ വിതരണം ചെയ്യുകയാണ്. അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഭക്ഷ്യവകുപ്പ് മന്ത്രി ഇന്നലെ തിരുവനന്തപുരത്ത് നിർവഹിച്ചു കഴിഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ പത്തനാപുരം താലൂക്കിലും ഏതാണ്ട് 276-ഓളം ആളുകൾക്ക് അർഹരായവരെ നമ്മൾ കണ്ടെത്തിയ റാങ്ക് ലിസ്റ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. അവർക്ക് നമ്മൾ BPL കാർഡ് കൊടുക്കുകയാണ്. കൂടാതെ നവകേരള സദസ്സിൽ ലഭിച്ച അപേക്ഷകളിൽ അർഹരായവരെ കണ്ടെത്തിയിട്ടുള്ളവർക്ക് അതും ഈ ആഴ്ച തന്നെ അവർക്ക് മുൻഗണനാ കാർഡ് കൊടുക്കുന്നുള്ള സംവിധാനം അല്ലെങ്കിൽ അതിന്റെ തീരുമാനം നിലവിലുണ്ട്. അതും ഉടൻ തന്നെ നൽകുന്നതാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ ഭക്ഷ്യ പൊതുവിതരണ രംഗത്ത് ഇപ്പോൾ ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതി. എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ, ഈ ഗ്രാമപ്രദേശത്ത് വന്നിരിക്കുന്ന ഈ കേസോ ഇതിന്റെ വിജയത്തിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം ആവശ്യമാണ്. അക്ഷയയിലൂടെ ലഭിക്കുന്ന സേവനങ്ങളായാലും ശബരി ഉൽപ്പന്നങ്ങളായാലും മിൽമയുടെ ഉൽപ്പന്നങ്ങളായാലും ഒക്കെ ഇവിടെ വന്ന് വാങ്ങി ഇതിന്റെ പ്രവർത്തനം വിപുലമാക്കുന്നതിനും ഇതിന്റെ പ്രവർത്തനം ഗ്രാമപ്രദേശത്ത് മെച്ചപ്പെടുത്തുന്നതിനും ഈ നാട്ടിലെ ജനങ്ങൾ സഹകരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു. ആദ്യമായി യോഗത്തിന്റെ അധ്യക്ഷനായ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അശോകൻ സാറിനെ വകുപ്പിന്റെ പേരിൽ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ആരാധ്യനായ സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ സാറിനെ ഈ യോഗത്തിലേക്ക് വകുപ്പിന്റെ പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്തു. കൂടാതെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അതുപോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി രശ്മി അവർ ഇവിടെ എത്തിച്ചേരാം എന്ന് ഏറ്റെടുത്തതാണ്. അവർ ജില്ലാ പഞ്ചായത്തിന്റെ വികസന സെമിനാറിൽ പങ്കെടുക്കുന്നു എന്നുള്ളതുകൊണ്ട് എത്തിച്ചേരാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അവരെയും അതുപോലെ ഹോർട്ടികോർപ്പ് ചെയർമാൻ ശ്രീ വേണുഗോപാൽ സാർ, ശ്രീമതി ബെൻസി തോമസ്, ശുഭാകുമാരി, ജയൻ ജോയി, രമ്യ ബിനു, ആനി മാത്യു, പ്രീതകുമാരി തുടങ്ങിയ ജനപ്രതിനിധികൾ, അതുപോലെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ശ്രീ അനീഷ് മീനം, അനുരാജ്, ശ്രീ മനോഹരൻ നായർ, ശ്രീ മനോജ് കുമാർ, ശ്രീ വൈ തങ്കച്ചൻ, ശ്രീ സാംസി ജോ എന്നിവരെയും പ്രിയമുള്ള ഈ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാരെയും റേഷൻ വ്യാപാരി സുഹൃത്തുക്കളെയും മറ്റുദ്യോഗസ്ഥ പ്രമുഖരെയും ഒക്കെ ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ചടങ്ങിന്റെ ഉദ്ഘാടകൻ ഏറെ ആദരണീയനായ നമ്മുടെ മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ സാർ, ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച താലൂക്ക് സപ്ലൈ ഓഫീസർ ശ്രീ B ഓമനക്കുട്ടൻ അവർ, അതുപോലെ തന്നെ വേദിയിലെ സന്നിഹിതരായിട്ടുള്ള ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി ബെൻസി തോമസ്, ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജയൻ ജോയ്, അതുപോലെ തന്നെ ഈ വാർഡിന്റെ മെമ്പർ ശ്രീമതി രമ്യ ബിനു, നടുത്തേരി വാർഡ് മെമ്പർ ശ്രീമതി അനി മാത്യു, നമ്മുടെ ശ്രീ അനുരാജ്, അതുപോലെ തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഏറ്റവും പ്രിയമുള്ള ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റോറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്വാഗത പ്രാസംഗികൻ ഇവിടെ സൂചിപ്പിച്ചു. അപ്പോ ഈ ജനസമൂഹത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ അവരുടെ നിത്യ ജീവിതത്തിൽ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇനി നമ്മുടെ റേഷൻ കടകളിൽ കൂടി നടപ്പാക്കുകയാണ്. ഈവൻ അക്ഷയ സെന്റർ നിന്ന് കിട്ടുന്ന സേവനം വരെ. അപ്പൊ എല്ലാവിധ സാധനങ്ങളും നേരത്തെ നമുക്ക് അരിയും മണ്ണെണ്ണയും ഗോതമ്പും മറ്റും ഒക്കെയാണ് കിട്ടിയിരുന്നത് എങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും ഒരു പലചരക്ക് കടയിൽ നിന്നും കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ലഭ്യമാവുകയാണ്. സർക്കാരിന്റെ പുതിയ നയപരിപാടിയുടെ ഭാഗമായിട്ടാണിത്. പത്തനാപുരം താലൂക്കിലെ ആകെ 4 കേസ് സ്റ്റോറുകളാണുള്ളത്. അതിലൊന്നാണ് ഇവിടെ ആരംഭിക്കുന്നത്. അത് ഈ പ്രദേശവാസികൾ പൂർണ്ണമായി സഹകരിച്ചില്ലെങ്കിൽ ഈ ഒരു സ്ഥാപനം വിജയിക്കത്തില്ല എന്നുള്ളത് വാസ്തവമാണ്. അതാണ് അതിന്റെ ഏറെ പ്രാധാന്യമുള്ള ഒരു കാര്യം. ആ കാര്യത്തിൽ എല്ലാവരുടെയും സഹകരണം ഇവിടെ ആവശ്യമാണ്. നമ്മുടെ മന്ത്രിക്ക് 3 മണിക്ക് 3:30 അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ പരിപാടിയുണ്ട്. അപ്പൊ അതിൽ പങ്കെടുക്കണം. ഇപ്പൊ കിട്ടിയ അറിവാണ്.
അപ്പോൾ എന്നോട് പറഞ്ഞ് പെട്ടെന്ന് വിട്ടേക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ മഹനീയമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഏറെ ആദരണീയനായ നമ്മുടെ ഗണേഷ് കുമാർ സാറിനെ വളരെ ആദരവോടെ ക്ഷണിക്കുകയാണ്. ബഹുമാനായ യോഗാധ്യക്ഷൻ ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരണീയ പ്രസിഡന്റ് ശ്രീ കെ അശോകൻ അവർ, സപ്ലൈ ഓഫീസർ ശ്രീ ഓമനക്കുട്ടൻ ബി, പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ശ്രീമതി ബെൻസി തോമസ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ ജെയിൻ ജോയ്, ശ്രീമതി രമ്യ ബിനു, ശ്രീമതി അനിയ മാത്യു, ഇവിടെ എത്തിയിട്ടുള്ള മറ്റ് ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, ശ്രീ അനുരാജ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അമ്മമാരെ, സുഹൃത്തുക്കളെ, പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കളെ, ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിൻ്റെ ഒന്നാം സർക്കാർ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തുമ്പോൾ കേരളത്തിൻ്റെ റേഷൻ കടകളുടെ മുഴുവൻ മുഖച്ഛായ മാറി. നമുക്കറിയാം, റേഷൻ കട എന്ന് പറഞ്ഞാൽ മുഷിഞ്ഞ് എലിയും പാറ്റയും ചെലതി വലയും ഒക്കെ കിടന്നൊരു സ്ഥലമാണ്. അത് മാറി നല്ല വെളുപ്പ് നിറത്തിലുള്ള ഷട്ടറും മനോഹരമായ ഒരു വൃത്തിയുള്ള ഒരു സ്ഥാപനമായി റേഷൻ കടകളെ പരിപൂർണമായി മാറ്റാൻ അന്നത്തെ മന്ത്രിയായിരുന്ന ശ്രീ തിലോത്തമന് കഴിഞ്ഞുവെങ്കിൽ ഇപ്പോഴത്തെ പൊതുവിതരണ വകുപ്പിൻ്റെ ഭക്ഷ്യവകുപ്പിൻ്റെ ചുമതലയുള്ള ശ്രീ അനിൽ കുമാർ, അദ്ദേഹത്തിൻ്റെ പുതിയൊരു ആശയമാണ് കെ സ്റ്റോർ. പൊതുവിൽ നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ്, റേഷൻ കട കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കും തോറും റേഷൻ ആനുകൂല്യങ്ങൾ കുറഞ്ഞു വരികയാണ്. ഇപ്പൊ റേഷൻ ആനുകൂല്യങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയും സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കണം. പണ്ടൊക്കെ കേന്ദ്രത്തിൽ നിന്ന് അരി, ഗോതമ്പ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, ഇപ്പൊ അതിനെല്ലാം നമ്മൾ സബ്സിഡികൾ കുറഞ്ഞു വരുന്തോറും ജനങ്ങൾക്ക് ലഭിക്കുന്ന റേഷൻ ആനുകൂല്യങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ കൂടി സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് വിജയകരമായി ഇതിനെ മുന്നോട്ട് നയിക്കുന്നത്. പക്ഷെ ആ റേഷൻ കടകൾ പൊതുവിൽ നഷ്ടത്തിലാണെന്നും അതിന്റെ കമ്മീഷനൊക്കെ സമയത്ത് കിട്ടുന്നില്ലെന്നും ഒക്കെ പരാതികൾ പറയുന്ന റേഷൻ കട ഉടമകളുടെ ഒരവസ്ഥ സർക്കാരിന്റെ പരിഗണനയിൽ വരികയും, പ്രത്യേകിച്ച് നമുക്കറിയാം, ഇവിടെ ഈ പ്രദേശം വന്നു കഴിഞ്ഞാൽ മറ്റു കടകളൊന്നുമില്ല, ആകെയുള്ളത് റേഷൻ കട. ഈ റേഷൻ കട ഒരു കെ സ്റ്റോറായി മാറുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ മറ്റ് ഒരു പലവ്യഞ്ജന കടയിൽ കിട്ടുന്ന അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിക്കാൻ കഴിയുന്ന മറ്റ് അത്യാവശ്യ സാധനങ്ങളെല്ലാം ഇവിടെ ലഭിക്കുകയും റേഷൻ കടയുടെ വരുമാനത്തിനൊപ്പം ഇതിന്റെ ഉടമയ്ക്ക് മറ്റു കുറച്ച് വരുമാനം കൂടി കിട്ടുന്ന എന്നൊരു സാഹചര്യം. എന്തായാലും ഒരു കടയുണ്ട്, ആ കട വാടകയ്ക്കെടുത്തായിരിക്കും, സ്വന്തം കടയായിരിക്കും, അതിലൊരു ചെലവുണ്ട്. അപ്പൊ ആ ചെലവിനെയൊക്കെ ഒന്ന് അഭിമുഖീകരിക്കാൻ വേണ്ടി റേഷന് ഉപരിയായി ഇത്തരത്തിലുള്ള സാധനങ്ങൾ നൽകുക, അതുപോലെ അക്ഷയ നൽകുന്ന സേവനങ്ങൾ അടുത്ത ഘട്ടമായി വരാൻ പോവുകയാണ്. അക്ഷയ നൽകുന്ന സേവനങ്ങൾ ഇവിടുന്ന് കൊടുക്കാൻ തുടങ്ങുമ്പോൾ അതിനൊരു ആനുകൂല്യങ്ങൾ കിട്ടും. ഇവയെല്ലാം ഒരു റേഷൻ കടയുടെ നിലനിൽപ്പിന് ഓരോ റേഷൻ കട ഉടമകളും ഇത് നഷ്ടമാണ് എന്ന് കരുതി ഉപേക്ഷിച്ചു പോകുന്നതിനപ്പുറം റേഷൻ കട എന്നൊരു സങ്കല്പമുണ്ട് മലയാളിയുടെ മനസ്സിൽ. നമ്മളെല്ലാം തലമുറകളായി നമ്മൾ കണ്ടുവരുന്ന റേഷൻ കട എന്ന് പറയുന്നത് നമ്മൾ ആ ഗ്രാമപ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനം അടച്ചു പോവുക എന്ന് പറയും. നമ്മൾ ഉദാഹരണം പറയാം, പോസ്റ്റ് ഓഫീസ്. നമ്മളെല്ലാം പോസ്റ്റ് ഓഫീസാണ്. ഇപ്പൊ വാട്സാപ്പും ഇമെയിലൊക്കെ വന്നതിന് ശേഷം പോസ്റ്റ് ഓഫീസുകൾ പലതും അടച്ചു. പോസ്റ്റ് ഓഫീസിൽ ആരെങ്കിലും പോകാറുണ്ടോ? എഴുത്തായി അയക്കാറില്ല. പോസ്റ്റ്മാന് വല്ലപ്പോഴാണ് എഴുത്ത് വരുന്നത്. അത് ഉദ്യോഗ സർക്കാരിലേക്ക് അയക്കുന്ന ചില കത്തുകളൊക്കെയാണ്. അപ്പൊ നമ്മൾ അത്തരത്തിലുള്ള നമ്മുടെ ഓർമ്മകളിലേക്ക് മറഞ്ഞു പോകാതെ ഇരിക്കുക. ഇപ്പൊ റേഷൻ കട എന്നുള്ളത് ഒരുപക്ഷെ നമ്മൾ ഇതിനു മുമ്പ് തന്നെ
കേരള സർക്കാർ പരിശ്രമിച്ചില്ലായിരുന്നുവെങ്കിൽ ഓർമ്മകളിലേക്ക് മറഞ്ഞു പോകുമായിരുന്നു. പക്ഷെ ഇന്ന് കെ സ്റ്റോറായി മാറുമ്പോൾ വീണ്ടും റേഷൻ കടകൾ സജീവമാവുകയാണ്. അത് ഗവൺമെന്റിന്റെ വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു പോളിസിയായി നമ്മൾ അതിനെ കാണണം. ആ പോളിസിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ കെ സ്റ്റോറുകൾ രൂപീകരിക്കുന്നത്. ഈ കെ സ്റ്റോറുകൾ നമുക്ക് ഈ ഗ്രാമപ്രദേശങ്ങളിൽ ഉപകാരം. അപ്പൊ ഇവിടെ കമൂഞ്ചേരിയിലെ റേഷൻ കട ഉടമയായ ഉണ്ണിച്ചേട്ടൻ ഇരിപ്പുണ്ട്. ആ കമൂഞ്ചേരി ഭാഗത്ത് ഇത് കെ സ്റ്റോറാക്കി മാറ്റിയുള്ള ഗുണം അവിടെ വേറെ കടകളൊന്നുമില്ല, ആ ഭാഗത്ത് വേറെ കടകളൊന്നുമില്ല. മാത്രമല്ല ആ മേഖലയിൽ കിടപ്പ് രോഗികളുണ്ടെങ്കിൽ അവരെ ഓട്ടോറിക്ഷയിലൂടെ ആ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക, റേഷൻ എത്തിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്ന പുതിയ പദ്ധതി വളരെ ജനോപകാരപ്രദമായ പദ്ധതിയാണ്. ഓട്ടോറിക്ഷക്കാർക്കും ഗുണമുണ്ട്, അതുപോലെ തന്നെ നാട്ടുകാർക്കും ഗുണമുണ്ട്. നമ്മളെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വയ്യാത്ത ആളുകൾക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ, അവർക്ക് പലപ്പോഴും റേഷൻ കടയിലേക്ക് വരാനും അത് സ്വീകരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അത്തരം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന വളരെ ജനകീയമായ കാര്യമാണ്. അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ, സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ നടപടികളെ അനുമോദിച്ചുകൊണ്ട് ഈ കെ സ്റ്റോറുകൾ വലിയ വിജയമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ റോഡിനെ കുറിച്ച് മെമ്പർ എന്നോട് പറഞ്ഞു. പലരും പറയുന്നുണ്ട്, പക്ഷേ ഈ റോഡ് ഞാൻ തന്നെ നേരത്തെ മനസ്സിൽ കണ്ട് പ്രഖ്യാപിച്ചതാണ്. പട്ടാഴിയിൽ വെച്ച് പ്രസിഡന്റിനൊക്കെ അറിയാം, ബെൻസിക്ക് വൈസ് പ്രസിഡന്റ് അറിയാം, മെമ്പർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അതായത് ആറാട്ടുപുഴയിൽ തുടങ്ങി നമ്മുടെ PHSCയുടെ അവിടെ എത്തുന്നവരുള്ള റോഡ് ഏതെങ്കിലും ഫണ്ട്, ഇത് പഞ്ചായത്ത് റോഡാണ്, ഇത് നമുക്ക് പണിയാൻ MLA ഫണ്ട് അല്ലാതെ മറ്റ് വേറെ ഗവൺമെന്റ് ഫണ്ടുകളൊന്നും തരില്ല. പക്ഷെ ഏതെങ്കിലും ഒരു ഫണ്ട് ഗവൺമെന്റിൽ നിന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ PWD മന്ത്രിയുടെ കാണാൻ അപേക്ഷിച്ച് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക താല്പര്യത്തോട് ജില്ലാ പഞ്ചായത്തിന്റെ റോഡാണ്, ജില്ലാ പഞ്ചായത്തിൽ ചെയ്യാം. പക്ഷേ എവിടുന്നെങ്കിലും ഒരു പണം സംഘടിപ്പിച്ച് ഈ റോഡ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ആറാട്ടുപുഴ പട്ടാഴി റോഡിക്ക് സമാന്തരമായി പോകുന്ന റോഡെന്നുള്ളതിൽ ഒരുപക്ഷെ ആറാട്ടുപുഴയിൽ നിന്ന് പട്ടാഴിയിലെത്തുന്ന അത്രയും ആ ഭാഗത്ത് താമസിക്കുന്ന ജനങ്ങളെക്കാൾ കൂടുതൽ വീടുകളും ജനവാസമുള്ള ഒരു വഴി ശരിക്കുന്നതാണ്. നമ്മൾ ആറാട്ടുപുഴയിൽ നിന്ന് വിട്ടാൽ പട്ടാഴി അമ്പലത്തിന് അവിടെ എത്തുന്നിടം വെച്ച് നോക്കിയാൽ അവിടെ താമസിക്കുന്ന വീടുകളെക്കാൾ കൂടുതൽ വീടുകൾ ഈ വഴിയിലുണ്ട്, അതിനേക്കാൾ കൂടുതൽ ജനവാസം ഈ വഴിയിലുണ്ട്. അപ്പോൾ ഈ റോഡ് നവീകരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതിനുള്ള പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് ദൈവം അനുഗ്രഹിച്ചാൽ നമുക്കതിന് സൗകര്യം ലഭിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, കാര്യങ്ങൾ നടക്കും. എല്ലാം നമ്മൾ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിജയിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. എല്ലാ നന്മകളും നടന്നുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഉദ്ഘാടനം ചെയ്താൽ പറഞ്ഞു. രണ്ടാഴ്ച കൂടി ബാങ്ക് അക്കൗണ്ടിൽ അവർ പറയും പ്രിയമുള്ളവരെ, ആദ്യ വിൽപ്പന നടത്തുകയാണ്. ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങുന്നതിനായി അമ്മ ഇങ്ങോട്ട് നോക്കണേ. അമ്മ കെ സ്റ്റോറിന്റെ ആദ്യ വിൽപ്പന ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി നിർവഹിക്കുന്നു. അതെപ്പോഴും ഉണ്ടല്ലോ.
നമസ്കാരം സാറേ, ഓടിപ്പോഴാ. ബിരിയാണി ഉണ്ട് ഞാൻ എവിടാന്ന് പറഞ്ഞില്ലല്ലോ. പിന്നെ